Praise the Lord. Greetings to all in the soon coming name of our Lord and Savior Jesus Christ. Welcome all of you in the Swandanam Vainadhara online platform. Today we are Son of God, the Queen Philip from Mumbai, with a special message from darkness to light. And for the song ministry, we have Sister Shine Jose from Trivandrum, Balrampuram. Now she's going to sing a Malayalam song. Let us hear the song ministry by Sister Shine Jose. May God's alone be glorified.
പാപമെല്ലാം മായ്ക്കുവാൻ നിന്റെ രക്തത്താലെന്നെ കഴുകണേ. നിന്നിൽ ഞാൻ നന്നായി ലയിക്കുവാൻ നിന്റെ ക്ഷമാർഗത്തിൽ നടത്തണേ. നിൻ ഹിതം പോലെ ജീവിതം നയിക്കുവാൻ കൃപയേകണേ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവ്വവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവ്വവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. Praise the Lord. Thank you, Sister Shine Jose from Balrampuram, Trivandrum. Very blessed song we're listening in Malayalam, and we thank Sister for the blessed song we could hear today. And we welcome all of you in the Swandanam Vaidadhara online platform. Today's Son of God, Brother Qurin Philip, with a special message from darkness to light. Now, this is the time for word ministry by Son of God, Brother Qurin Philip. May God's alone be glorified. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാമല്ലോ അല്ലേ? Yes. ടൈം ലിമിറ്റ് ഉണ്ടോ അതോ കറക്റ്റ് ആണോ? എങ്ങനെയാ? Yeah, it's okay. വീണ്ടും ചില നാളുകൾക്ക് ശേഷം ഈ സൂമിന്റെ മാധ്യമത്തിലൂടെ ദൈവജനം പങ്കുവയ്ക്കുവാൻ ഒരവസരം കൂടെ ദൈവം നൽകിയിട്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ചില നാളുകൾ മുമ്പേ ദൈവജനം ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ലഭിച്ചൊരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് ഓർത്ത് പങ്കുവയ്ക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിരിക്കുന്ന വാക്യം കൊലോസ്യ ലേഖനം 1:13 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പൗലോസ് കൊലോസിലുള്ള ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നത് നാം എപ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അത് ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അതിന് പൗലോസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അതിൻ്റെ ആധാരമായിരിക്കുന്ന വിഷയം പിതാവാം ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അതേ വാക്യത്തിൽ നാം വായിക്കുന്നു, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. ഇവിടെ ഇരുട്ടിലായിരുന്ന നമ്മെ അല്ലെങ്കിൽ ഇരുളായിരുന്ന നമ്മെ ആ ഇരുളിൽ നിന്ന് വിടുവിച്ചു. മാത്രമല്ല നമ്മെ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇതേ ആശയം പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 2:9 നാം വായിക്കുന്നത് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ നാം ഈ 2 വാക്യങ്ങളും കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പിതാവാം ദൈവം തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മെ ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞിരുന്നാൽ നാം എപ്പോഴും പിതാവായ ദൈവത്തിന് പുത്രനിലൂടെ സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കും ആവേണം എന്നാണ്
പൗലോസ് അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ പ്രാർത്ഥന അങ്ങനെ ആണ് നാം കാണുന്നത്. നാം ആയിരുന്ന ഇരുട്ടിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു നാം. ഒരു വേദഭാഗത്തിൽ നാം വായിക്കുന്നു, നാം ഇരുളായിരുന്നു. അപ്പൊ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഈ ഇരുട്ടിനെ പറ്റി ഞാൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് അനേക ഇരുളിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. ഇരുളെന്ന് പറയുമ്പോൾ തന്നെ ദൈവവചനത്തിൽ നിന്ന് പുറത്തു നമ്മൾ ചിന്തിച്ചാൽ, സയന്റിഫിക്കായിട്ട് നാം ചിന്തിച്ചാൽ, വെളിച്ചമില്ലായ്മയെ ആണ് നാം ഇരുട്ടെന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്, അവിടെ ഇരുളുണ്ടായിരുന്നു. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, വെളിച്ചത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെ നാം ആ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ 1-2 മുതൽ 4 വരെയുള്ള വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് വെളിച്ചമില്ലായ്മയാണ് അവിടെ നാം പറയുന്ന ഇരുട്ട്. എന്നാൽ വേറെ പല ഞാൻ പറഞ്ഞു, പല ഇരുളുകളെ പറ്റി നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിന്റെ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് നാം കടന്നു ചെന്നാൽ അവിടെ നാം വായിക്കുന്നുണ്ട്, ഒരു സ്പർശിക്കത്തക്ക ഇരുട്ടിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. എക്സോഡസ് 10:21 സ്പർശിക്കത്തക്ക ഇരുട്ട്. 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ മിസ്രയീമിലെ ജനത്തിനോ ഫറവോനോ കാണാൻ കഴിയത്തില്ലായിരുന്നു, തങ്ങളായിരുന്ന സ്ഥലം വിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. അതേ നിലയിലുള്ള ഒരു ഇരുട്ടിനെ പറ്റി നാം വായിക്കുന്നു. അത് ഫറവോനും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ഇരുളിനെ പറ്റിയാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ യൂദയുടെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, യൂദയുടെ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ആക്കിയിരിക്കുന്ന സ്ഥലത്തും അവിടെ നാം ഇരുളിനെ പറ്റി വായിക്കുന്നു. നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ദൂതന്മാരോ തൻ്റെ സൃഷ്ടികൾ ആരുമോ ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നില്ല സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാം, അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ദൈവം ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയും നാം ഇരുളാണ് കാണുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകത്തിലേക്ക് നാം വായിച്ചാൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ 97-ന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മേഘവും അന്ധകാരവും അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം സറാഫുകളോ ദൂതന്മാരോ തങ്ങളെ തന്നെ മറച്ചുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ദൈവത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഇരുട്ടിനെയും ദൈവം സൃഷ്ടിച്ചിരുന്നു. നരകത്തിലെ പറ്റി നാം വായിക്കുമ്പോൾ നാം പഠിക്കുന്നുണ്ട്, അവിടെ തീയുണ്ട്, ശിക്ഷയ്ക്കായിട്ട് ഒരുക്കുന്ന ഒരു തീയെ കാണും. അപ്പോൾ തന്നെ അവിടെ ഇരുട്ടിനെ പറ്റി നാം വായിക്കുന്നു. ആ തീയുടെ ശക്തിയോടുണ്ടെങ്കിൽ പോലും വെളിച്ചം ഇല്ലാത്ത നിലയിൽ ആയിരിക്കുന്ന ഒരു ഇരുളിനെ പറ്റി നാം നരകത്തെ പറ്റി പഠിക്കുമ്പോൾ വായിക്കുന്നത്. യെശയ്യാ പുസ്തകം അതിന്റെ 45-ന്റെ 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഈ ഇരുളിനെയൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. ചിലരുടെ മാനസാന്തരത്തിനും അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി ദൈവം ഒരുക്കിയതാണ് അല്ലെങ്കിൽ സൃഷ്ടിച്ചതാണ് ഈ ഇരുൾ അല്ലെങ്കിൽ അന്ധകാരം. എന്നാൽ നാം വായിച്ച ഈ കൊലോസ്യ ലേഖനത്തിലെ ഇരുട്ട് അതല്ല എന്ന് നമുക്കറിയാം. ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം ചെമലൂർ എന്ന് വായിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം
8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയും. ഇവിടെ നാം വായിക്കുന്നത് നാം ഇരുളിലായിരുന്നു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് ദൂരെയായ, അല്ലെങ്കിൽ നാം ചിന്തിച്ചു വെളിച്ചമില്ലായ്മയാണ് ഇരുളെങ്കിൽ നാം ആയിരുന്ന ഇരുള് വെളിച്ചമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിയൊളിച്ച മനുഷ്യൻ ഇരുളിലായിരുന്നു. ആ ഇരുളിൽ നമുക്ക് പ്രകാശമായിട്ട് ദൈവം ഒരുക്കിയ ഒരു വഴിയെ പറ്റിയാണ് നാം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:12 യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് നാം വായിക്കുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് നാം തുടർന്നുള്ള ചില വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 1:9 നാം എത്തുമ്പോൾ നാം അങ്ങനെ വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി നാം വായിക്കുന്നത്, യേശുക്രിസ്തു താൻ തന്നെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ ഇരുളിലായിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ പറ്റി നാം വായിക്കുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ തൻ്റെ ആ വാക്കുകളെ എടുക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ് യേശുക്രിസ്തു വന്നത്. ഇരുളിലായിരുന്ന മനുഷ്യവർഗത്തെ വെളിച്ചത്തിലേക്ക് ആനയിക്കുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. വെളിച്ചമായവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യൻ ഇരുളിലാകുവാൻ കാരണം നമ്മൾ ചിന്തിച്ചു വെളിച്ചമില്ലായ്മയാണ്, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടാണ് നാം ഇരുളിലായത്. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, മനുഷ്യന്റെ വെളിച്ചമായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. മാനവരാശിയുടെ വെളിച്ചമാണ് ആ യേശുക്രിസ്തു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ്, ഇരുളിന് ഒരിക്കലും ആ വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. നാം യേശുക്രിസ്തുവിനെ പറ്റി വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരിക്കലും ഇരുളിന് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ പറ്റി നാം ഒരവലോകനം ചെയ്താൽ, ഇന്ന് നാം വായിച്ച ചില വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നാം വായിച്ച 1-2 വാക്യങ്ങളിലൂടെ അവനെ അനുഗമിക്കുന്നവർ, ആ വെളിച്ചമായ ദൈവത്തെ അനുഗമിക്കുന്നവര് ജീവന്റെ വെളിച്ചമുള്ളവരായിത്തീരും. ആ ജീവന്റെ വെളിച്ചമായിട്ട് നമ്മെ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം ഇരുളിൽ മറയപ്പെടേണ്ടവരല്ല, ഇരുളിന്റെ അധീനതയിലേക്ക് കടന്നു പോകേണ്ടവരല്ല, ഇരുളിൽ പ്രകാശിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മയോട് തന്നെ ഒന്ന് അവലോകനം ചെയ്യാനും നമ്മെ തന്നെ ഈ വചനത്തിന്റെ മുമ്പാകിൽ ഒന്ന് പരിശോധിക്കുവാനും ഇടയാകും. ഇരുളിനെ, അല്ലെങ്കിൽ വെളിച്ചത്തെ ഇരുള് ഒരിക്കലും പിടിച്ചടക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മിൽ ഇരുളിന്റെ പ്രവൃത്തികൾ കടന്നു വരുന്നെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, നാം വെളിച്ചമാകുന്ന ദൈവത്തിൽ നിന്ന് ദൂരവയായി. ദൈവിക വെളിച്ചത്തിന് നമ്മിൽ ആ ജീവന്, മനുഷ്യന്റെ വെളിച്ചമായിരിക്കുന്ന ജീവന് നമ്മിൽ പ്രവർത്തിക്കാൻ നാം അവസരം നൽകുന്നില്ല എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും മടങ്ങി വരുവാനും ഇടയാകും. അതുപോലെ തന്നെ 1 യോഹന്നാൻ 1:5 നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിന്റെ പ്രത്യേകതയായിട്ടാണ് അവൻ ചില വാക്യങ്ങളിലൂടെ കടന്നുപോയി. അവൻ ലോകത്തിന്റെ വെളിച്ചമായിട്ട് കടന്നു വന്നു. അപ്പോൾ തന്നെ അവൻ, ദൈവം എന്ന് പറയുന്ന ആ വ്യക്തി വെളിച്ചമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആ
ദൈവത്തിൽ ഇരുട്ട് ഒട്ടുമില്ല. മാത്രമല്ല അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം ഇരുളിലാണോ, നമ്മൾ എത്രമാത്രം ഇരുളിന്റെ ശക്തി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത്, തമ്മിൽ അന്യോന്യം നമ്മുടെ സഭകളിലേക്ക് ഉറ്റുനോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഇരുൾ എത്ര ശക്തമായി പ്രവർത്തിക്കുന്നുവെന്ന്. അന്യോന്യ കൂട്ടായ്മ നഷ്ടപ്പെടുന്നെങ്കിൽ, സഹോദര ബന്ധത്തിന് വീഴ്ച വരുന്നെങ്കിൽ നാം മനസ്സിലാക്കണം, നാം ഈ വെളിച്ചത്തിന്റെ സ്വാധീനം നമ്മൾ കുറഞ്ഞു. ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നാം ദൂരവയായി പോകുന്നുവെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും മടങ്ങി വരുവാനും ഇടയാകും. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം തുറന്ന് വായിച്ചേരെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നുവെന്നും ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മെപ്പറ്റി നാം നമ്മുടെ പഴയ ആ സ്ഥിതിയെ പറ്റി എഫേസ്യർക്ക് പൗലോസ് എഴുതുമ്പോൾ അവിടെ വായിക്കുന്നത്, മുമ്പേ നാം ഇരുളായിരുന്നു, നാം ഇരുട്ടിന്റെ അധീനതയിൽ ആയിരുന്നു എന്ന് മാത്രമല്ല, നാം തന്നെ ഇരുളായിരുന്നു. അതിന്റെ 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തം അല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മതി. ഇവിടെ നാം വായിക്കുന്നത്, നാം ഇരുളായിരുന്നു, മാത്രമല്ല ഇരുളിന്റെ പ്രവർത്തികൾ അടിമപ്പെട്ട് നാം ജീവിച്ചവരായിരുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ എന്താണ് ഇരുളിന്റെ പ്രവർത്തികൾ എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പിടിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ തൻ്റെ ആ ബന്ധന ക്രൂശീകരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തെ പറ്റി യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യം കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 53-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 53-ാം വാക്യം. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഒങ്ങിയില്ല, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നുവെന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു താൻ തന്നെ പറയുന്നു, തന്നെ ബന്ധനത്തിലാക്കാൻ കടന്നു വന്നവരോട് പറയുന്നത്, ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാണ്. വെളിച്ചത്തെ ഏതൊരു കാലഘട്ടം നമ്മൾ മുമ്പ് വായിച്ച വേദഭാഗങ്ങളോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ, ഇരുൾ എപ്പോഴും വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ശ്രമിക്കും, എന്നാൽ ഒരിക്കലും ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. ഇവിടെ നാം പരിശോധിച്ച ആദ്യ വാക്യത്തിലേക്ക് ഇതിനെ കടന്നു വരാം. കൊലോസ്യ ലേഖനം 1-ന്റെ 13-ാം വാക്യത്തിലേക്ക് നമുക്കിവിടെ മടങ്ങി വരാം. നാം ചിന്തിച്ചത് ബൈബിളിൽ പറഞ്ഞ അനേക ഇരുളിനെ പറ്റി നാം ചിന്തിച്ചു. അപ്പോൾ തന്നെ മാനവരാശി ആയിരുന്ന ആ ഇരുളിൽ നിന്നും നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നെന്നും, നമ്മെ ജീവന്റെ വെളിച്ചമുള്ളവരാക്കി തീർക്കുവാൻ തന്റെ ജീവനെ നമുക്ക് നൽകി തരുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നുകൊണ്ട് നമ്മെ അതാത് സ്ഥലങ്ങളിൽ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണെന്ന് നാം ചിന്തിച്ചു. കടന്നു വരാൻ വീണ്ടും വേദഭാഗങ്ങളിലേക്ക്. കൊലോസ്യ ലേഖനം 1-ന്റെ 13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ വായിച്ച അതേ 1 പത്രോസ് 2-ന്റെ 9 നാം കടന്നു വരുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാൻ തക്കോണം എന്ന് നാം വായിക്കുന്നു. ഈ 2 വാക്യങ്ങളിലൂടെ ചേർന്ന് വായിക്കുമ്പോൾ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്ന 2 വിഷയങ്ങളെ നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ പുത്രനെ നൽകി വിലയാൽ നമ്മെ സ്വന്തമാക്കിക്കൊണ്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് നാം എപ്പോഴും
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നാം ആയിരുന്ന ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മെ ആക്കിയിരിക്കുന്ന ആ വലിയ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മിൽ നിന്ന് സ്തോത്രം ഓട്ടോമാറ്റിക്കായിട്ട് പുറപ്പെട്ടു വരും. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചു, നമ്മെ ഇരുളിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന എന്തുതന്നെയാണെന്നാണ് നാം അവിടെ വായിക്കുന്നത്. അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ. ഇത് മലയാളത്തിൽ ഘോഷിക്കുക എന്നാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ബോംബെയിൽ താമസിക്കുന്നത്, ഹിന്ദിയിലാണ് കൂടുതൽ കാര്യങ്ങള് പഠിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് അവനെ നമ്മെ ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ, പ്രകട് കർവ് എന്നാണ് നാം വായിക്കുന്നത്. വെളിപ്പെടുത്തുവാൻ ആണ് ആ വാക്യം പത്രോസിന്റെ ലേഖനത്തിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. അതൊരു പ്രസംഗിക്കാനല്ല അവിടെ പറയുന്നത്. ആ യേശുക്രിസ്തു, സത്യവെളിച്ചമായ യേശുക്രിസ്തു തന്റെ ജീവനെ നമ്മിൽ പകർന്ന് നമ്മളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്കിയിരിക്കുന്നത് അവനെ വെളിപ്പെടുത്തുവാനാണ്. അപ്പൊ നാം ഇരുളായിരുന്ന നാം വെളിച്ചങ്ങളാക്കി നമ്മളെ ഈ ഭൂമിയിൽ അനേക സ്ഥലങ്ങളാക്കിയിരിക്കുന്നെങ്കിൽ നാം വെളിച്ചമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ വെളിച്ചത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒന്ന്, നാം എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. മാത്രമല്ല, നാം അവനെ, ഈ വെളിച്ചമായവനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. ഇതിന്റെ അല്പം കൂടെ വിശദീകരണത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എബ്രായ ലേഖനം 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തെളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവരുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായി 19-ാം വാക്യം കൊണ്ട് വായിച്ചേ. 19. ഓക്കെ. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈശോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇവിടെ നാം വായിക്കുന്നത് മോശയെ ഏൽപ്പിച്ച വലിയൊരു ശുശ്രൂഷ താൻ നിവർത്തീകരിക്കുകയാണ്. കൂടാരത്തിന്മേലും അതിന്റെ സകല ഉപകരണത്തിന്മേലും ജനത്തിന്മേലും ഈ നിയമ പുസ്തകത്തിന്മേലും ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം തളിച്ച് അത് വേർതിരിക്കുകയാണ്. ഈ വേർതിരിപ്പിന്റെ ആവശ്യകത നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ കൂടാര പണിക്ക് ഉപയോഗിച്ച ഒരു വസ്തുവും ഇസ്രായേൽ ജനത്തിൻ്റെതായിരുന്നില്ല. നമുക്കറിയാം, ഏകദേശം 400 വർഷം അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തിന് ലഭിക്കാതിരുന്ന അവരുടെ ഭൗതിക നന്മകളെ ലഭിക്കാൻ തവണ ദൈവം ഒരുക്കിയ ഒരു അവസരമാണ് മിസ്രൈമിൽ നിന്ന് അവര് കൊള്ളയടിച്ച് കൊണ്ടുവന്ന ഈ വസ്തുക്കൾ. നമുക്കറിയാം, ഈ ആഭരണങ്ങളൊന്നും ഈ ആഭരണങ്ങളിലെല്ലാം ആ മിസ്രൈമിലെ അനേക വിഗ്രഹങ്ങളെ കൊത്തിയിട്ട് ഉണ്ടാക്കിയിരുന്ന ആഭരണങ്ങളാണ്. അത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്കായിട്ട് കൊണ്ട് മോശയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അതിനെ ഉരുക്കി അതാത് ദൈവം നൽകിയ ജ്ഞാനമനുസരിച്ച്, ആവശ്യകതയനുസരിച്ച് രൂപമാറ്റം ചെയ്തെടുത്ത ആ വസ്തുക്കളെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനയാണ് നാം വായിച്ചത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം തളിച്ച് അവയെ വേർതിരിച്ചു. ഈ വേർതിരിവ് നമുക്കറിയാം, അവിടെ നാം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന് പ്രയോജനപ്പെടാനായിട്ട് അതിനെ തനിക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ അവിടെ രക്തത്താൽ ഒരു ശുദ്ധീകരണം, രക്തം തളിച്ച് തനിക്ക് വേണ്ടി അത് വേർതിരിച്ചു.
ഈ ഉപകരണങ്ങൾ തനിക്ക് വേണ്ടി വേർതിരിച്ചെങ്കിൽ ഈ ഉപകരണങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനെ പറ്റി അല്ലെങ്കിൽ അഹരോനെ പറ്റി നാം വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 28-ന്റെ 36-38 വാക്യങ്ങളിലേക്ക് നാം കടന്നു ചെന്നാൽ നാം അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിന്റെ 36-38. തങ്കം കൊണ്ടൊരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചിരട് കൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്തിരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിൽ ഇരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അത് എപ്പോഴും അവന്റെ നെറ്റിയിൽ ഇരിക്കണം. ഓക്കെ, ഇവിടെ നാം വായിച്ചു ഈ കൂടാരത്തെയും അതിൻ്റെ സർവ ഉപകരണങ്ങളെയും രക്തം തളിച്ച് ശുദ്ധീകരിച്ചിട്ട് ആ ഉപകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ആ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനെ പറ്റി നാം വായിക്കുന്നത്, അഹരോനെ പറ്റി നാം വായിക്കുന്നത് ഒരു തങ്കം കൊണ്ട് ഒരു പതക്കമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതണം. മാത്രമല്ല അത് അഹരോന്റെ നെറ്റിമേൽ കെട്ടണം. അത് അതിനെപ്പറ്റി 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അത് എപ്പോഴും അഹരോന്റെ നെറ്റിമേലിരിക്കണം. ഈ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമല്ല, എപ്പോഴും അഹരോന്റെ നെറ്റിമേലിരിക്കണം. അതുകൊണ്ട് അത് എന്തിനാണെന്ന് നാം വായിക്കുന്നുണ്ട്. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കാൻ, ഇസ്രായേൽ ജനത്തിന് പ്രസാദം ലഭിക്കാൻ അഹരോൻ എപ്പോഴും തൻ്റെ നെറ്റിമേൽ ഈ യഹോവയ്ക്ക് വിശുദ്ധം, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെന്ന് എഴുതി വെക്കണം. അത് ചെയ്യുന്നത് നമുക്ക് നാം ചിന്തിച്ചു. അത് എപ്പോഴും തൻ്റെ നെറ്റിമേൽ അത് ഉണ്ടായിരിക്കണം. തന്നെ കാണുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഹരോൻ അല്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ, അവൻ യഹോവയ്ക്ക് ആയിട്ട് വേർതിരിക്കപ്പെട്ടവനാണ്. അവൻ വേറൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാൻ സാധ്യമല്ല എന്നാണ് നാം വായിക്കുന്നത്. നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഈ അഹരോനേക്കാൾ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്കാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. അഹരോൻ ആണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് രക്തവുമായി കടന്നു ചെല്ലുന്നെങ്കിൽ സമയഭേദമന്യേ എപ്പോഴും ഈ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ പ്രാപ്തരാക്കിയാണ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മെയും ദൈവം, തൻ്റെ പിതാവാം ദൈവം തൻ്റെ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത് അവന് വേണ്ടി വേർതിരിച്ചാണ്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മെ കാണുന്ന, നാം ആയിരിക്കുന്ന ഏതൊരു സ്ഥലങ്ങളിലും നാം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം, യഹോവയ്ക്ക് വേണ്ടി തിരിഞ്ഞിരിക്കുന്നവരായിരിക്കണം. നമ്മെ കാണുന്നവർ നമ്മിലൂടെ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ തക്കോണം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ മാത്രമേ ആയിരിക്കുവാൻ കഴിയുള്ളൂ എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. എപ്പോഴും അവൻ്റെ നെറ്റിമേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്നായിരിക്കണം. നാം ആയിരിക്കുന്ന ഏതൊരു സ്ഥലങ്ങളിലും യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ പറ്റിയായിരുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഇവിടെ ഒന്ന് കടന്നു പോകാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇവിടെ നമുക്ക് വായിക്കുന്നത് നാം എപ്പോഴും ദൈവത്തിന് വേണ്ടി വിശുദ്ധരായിരിക്കും വേണ്ടതിന്റെ കാരണം നമ്മളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് നാം ആയിരുന്ന അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ അനുസരിച്ച് മാതൃകയാക്കാതെ നാം ജീവിക്കണം. അപ്പോൾ നമ്മിൽ ഒരു വേർപാട് ഉണ്ടാവേണ്ട ആവശ്യകത പത്രോസ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.
നാം എങ്ങനെ ആയിരിക്കരുത്? മുമ്പേ നാം നമ്മുടെ ജീവിതത്തിൽ അജ്ഞാനകാലത്ത് ആയിരുന്ന മോഹങ്ങളെ മാതൃകയാക്കി ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വിട്ടിട്ട് നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. നാം അഹരോനെ പറ്റി വായിച്ചു, അവന്റെ നെറ്റിമേൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളെ പറ്റി നാം വായിക്കുന്നത് എല്ലാ നടപ്പിലും ഏതൊരു അവസ്ഥയിൽ, ദിവസത്തിന്റെ ഏതൊരു സമയത്തും നാം എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയെല്ലാം നാം വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതെന്നുള്ള ആ ലേവലിൽ തന്നെ നാം ജീവിപ്പാൻ കടപ്പെട്ടവരാണ്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പത്രോസ് തൻ്റെ കേൾവിക്കാരെ ഓർപ്പിക്കുകയാണ്. 17-ാം വാക്യത്തിൽ ഈ ദൈവത്തെ അല്ലെങ്കിൽ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ഈ ദൈവത്തെ നാം പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. അപ്പം നമ്മെ വീണ്ടെടുത്ത് വേർതിരിച്ചെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം എപ്പോഴും, നമ്മൾ ചിന്തിച്ചു, അഹരോൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നാം സമയഭേദമന്യേ ഏതൊരു സമയത്തും ഈ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുവാൻ യോഗ്യതയുള്ളവരാണ്. തന്റെ പുത്രനിലൂടെ നമുക്ക് ആ പദവി ലഭിച്ചിരിക്കുകയാണ്. ആ നാം പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. കാര്യം നാം നമ്മുടേതല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയവന്റെയാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നാം ആയിരിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇവിടെ നാം ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നാം സഹോദരവർഗത്തോട് മാത്രമല്ല എല്ലാവരോടും സമാധാനം ആചരിക്കണം. സമാധാനം ആചരിച്ച് നാം വേർപെട്ടവരായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി നമ്മുടെ സകല ഉത്സാഹവും കഴിക്കണം. നാം എങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്നല്ല, നമ്മുടെ സകല എഫേർട്ടും, നമ്മുടെ എല്ലാ ഏകാഗ്രതയോടും ഉത്സാഹത്തോടും നാം അതിനായിട്ട് അധ്വാനിക്കണം. നാം വേർപെട്ട് ജീവിപ്പാൻ നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് അത്ര ഈസിയല്ല. അപ്പം നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആരോഗ്യത്തോടും ഈ ദൈവത്തിന്റെ മക്കളെന്നുള്ള ആ പദവിയിൽ ജീവിപ്പാൻ നാം ഉത്സാഹിക്കണം. അതിന്റെ കാരണം കൂടെ ഇവിടെ പറയുന്നു. ഒരു മിനിറ്റ്, മീറ്റിംഗ് നമുക്ക് റീകണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.